ഷോട്ട് പുട്ട് ക്വാളിഫൈ ചെയ്തു, വിജയിച്ചു. റോപ്പ് ഇങ്ങനെ ക്ലൈംബിങ് ക്വാളിഫൈ ചെയ്തു, ക്രിക്കറ്റ് ബോൾ ക്വാളിഫൈ ചെയ്തു, അതുപോലെ തന്നെ ചിന്നപ്പ്. അതായത് 5 എണ്ണത്തിലാണ് നമ്മുടെ സർക്കാരിന്റെ പിൻവാതിൽ നിയമനം തുറന്നു കാണിച്ച ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ഷിനു ചൊവ്വയുടെയും അതുപോലെ തന്നെ ചിത്തരഞ്ജൻ എന്ന് പറഞ്ഞ 2 ബോഡി ബിൽഡർമാരുടെ പിൻവാതിൽ നിയമനത്തിലൂടെ പോലീസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിട്ട് ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിയമിക്കാനുള്ള നീക്കം. അപ്പോൾ അത് പൊളിഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഫിസിക്കലി ഈ ഷിനു ചൊവ്വ എന്ന് പറയുന്ന വ്യക്തി ഫിസിക്കലി പാസ്സാവാൻ പറ്റിയില്ല. ഇയാൾ പറയുന്നത് 5 ഐറ്റം ഇയാൾ പാസ്സായി എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസുകാർ പറയുന്നത് ഇയാൾ പാസ്സായിട്ടില്ല, കാരണം ഇയാൾ 100 മീറ്റർ 14 സെക്കൻഡിൽ ഓടി എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ പാസ്സാവാത്ത ഇയാൾക്ക് വീണ്ടും സർക്കാർ അവസരം കൊടുക്കുകയാണ് പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ, ഇത്രയും കാലം ഫിസിക്കൽ ഒരുപാട് ആളുകൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു അവസരം കൂടി കൊടുക്കാൻ സർക്കാരിന് പറ്റുമോ? ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേക നിയമം എന്നുള്ളത് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരു പാർട്ടിക്കാരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് വേറെ തന്നെ നിയമം. ഇപ്പോൾ ഇയാൾക്ക് 2 മാസം കഴിഞ്ഞ് ആദ്യം ഫിസിക്കൽ നടത്താൻ പോകുന്നത്, 2 മാസം പിന്നെ സമയം കൊടുത്ത്. അപ്പോൾ ഇയാൾ പാസ്സാവാൻ സാധ്യതയുണ്ടല്ലോ 2 മാസം കൊടുത്ത്. എക്സാം എഴുതി ഫിസിക്കലും പാസ്സായവർക്ക് ജോലി കൊടുക്കാൻ സർക്കാരിന് ഇത്ര ഇതില്ല. ഇത് എക്സാം എഴുതാണ്ട് ആണ് ഇവർ ഈ ഫിസിക്കൽ വന്ന് തോറ്റിട്ട് പിന്നും അവസരം കൊടുക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം. വേറൊരു ഫോഴ്സിൽ ഇങ്ങനൊരു സംഭവമില്ല. ആർമി ആയിട്ടുണ്ടെങ്കിലും ബാക്കി ഏത് സംസ്ഥാനത്തെ ഫോഴ്സുകളായാലും ഫിസിക്കൽ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു അവസരം കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതിന് കാരണം ഇവർ ഈ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും ഫിസിക്കൽ ഒരൈറ്റം കിട്ടാത്ത ആളുകൾ. അപ്പോൾ അവർക്കെല്ലാം ഒരു അവസരം കൂടി കൊടുത്താൽ അവരൊക്കെ പാസ്സാവില്ലേ? ഇവർ വേണം. ഇങ്ങനെ ഫിസിക്കൽ ഇല്ലാത്ത ഇവരൊക്കെ എന്തിനാണ് ഈ പോലീസ് പണിക്ക് ഇറങ്ങുന്നതെന്നാണ് വേറൊരു കാര്യം. ഫിസിക്കൽ ഇല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയല്ലാതെ പോലീസ് പണി. പിന്നെ എക്സാം തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കോൺസ്റ്റബിൾ ലെവൽ എക്സാം എഴുതിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഓരോ മാരണങ്ങൾക്ക് ഇത് കൊടുക്കുന്നത്. ഓസിന് എക്സാമും പാസ്സാക്കി എക്സാം എഴുതണ്ട എന്നിട്ട് ഫിസിക്കലും പാസ്സാവില്ല, എന്നിട്ട് അവന് പോലീസ് ആവണം പോലും. എന്നിട്ട് 2 മാസം സമയം കൊടുത്തതിന് ആർക്കും പാസ്സാവാൻ പറ്റാത്തത്? 2 മാസം പിന്നെയും സമയം കൊടുത്ത് ഇതിനൊരു കാര്യമില്ല. ഇവിടെ 10,000-6,000 ആളുകളുടെ CPM ലിസ്റ്റ് ഇതുവരെ എടുത്തിട്ട് തീർന്നിക്കില്ല. അന്നേരമാണ് ഇങ്ങനത്തെ ഉള്ളത്. ഇതിനൊക്കെ എതിരായിട്ട് ഉദ്യോഗാർത്ഥികൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇയാളുടെ അവസരം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ പാർട്ടിയുടെ ആളാണ്. അതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തുക ഇതിനടിയിൽ.